Hi guys, welcome back to Race Education. മക്കളെ തമ്പിൽ കണ്ട പോലെ തന്നെ ഓണം എക്സാമിന് ഇനി പഠിച്ചാലും ഫുൾ മാർക്ക് വാങ്ങാൻ സമയമുണ്ട്. ഇത് പറയുന്ന സമയത്ത് തള്ളുകയെന്ന് വിചാരിക്കേണ്ട ആകെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഇനി കുറച്ച് ദിവസങ്ങളുകൊണ്ട് എങ്ങനെയാണ് ഒന്നും പഠിക്കാത്ത ഞാൻ ഇനി പഠിച്ചിട്ട് ഫുൾ മാർക്ക്? അതിനാണ് പറയുന്നത് ഉള്ള സമയം കൃത്യമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഷുവർ ആയിട്ട് സെറ്റ് ആയിട്ട് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും. ഇതിന്റെ അകത്ത് പുലർച്ചയ്ക്ക് രാവിലെ 4:30 എണീച്ച് തല കുത്തനെന്ന് പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ചെറിയ വീഡിയോ ആണ്. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങളുടെ ഓണം എക്സാമിന് വേണ്ടിയുള്ള പെർഫെക്റ്റ് സ്റ്റഡി പ്ലാൻ ആണ് അല്ലേ സാറേ? ഓക്കെ, യെസ്. അപ്പോൾ 10ാം തീയതി ഞായറാഴ്ച മുതലുള്ള 10ാം തീയതി മുതലുള്ള ഒരു ടൈം ടേബിൾ ആട്ടോ നമ്മൾ പറയുന്നത്. മിക്കവാറും 10ാം തീയതി ആകുമ്പോഴായിരിക്കും ഈ വീഡിയോ നിങ്ങളുടെ കയ്യിൽ കിട്ടുക. അപ്പോൾ 10ാം തീയതി ഞായറാഴ്ചയാണ്, ലീവാണ്. ഓക്കെ, ഓഗസ്റ്റ് 10ാം തീയതി ഞായറാഴ്ച ലീവാണ്. ആ ദിവസം നിങ്ങൾ മാത്സിനായിട്ട് മാറ്റി വെക്കുക. രാവിലെ മുതൽ 1, 2, 3, 4 ചാപ്റ്റർ, അതായത് റിലേഷൻ ഫംഗ്ഷൻസ്, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്, മെട്രിക്സ്, ഡിറ്റർമിനൻസ്, ഈ 4 ചാപ്റ്റർ നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. ഇവിടെയാണ് ഒരു പ്രശ്നം വരുന്നത്. എങ്ങനെ റിവൈസ് ചെയ്യും, എവിടെ നിന്ന് തുടങ്ങും, ഏത് ക്വസ്റ്റ്യൻസ് ചെയ്യണം? സോ ആദ്യം നിങ്ങൾ കൺസെപ്റ്റ് ക്ലിയർ ആക്കുക. ഈ കൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ എല്ലാ ചാപ്റ്ററിന്റെയും 1 ഷോട്ട് ലൈവ് ഉണ്ട്. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസും എല്ലാ ചാപ്റ്ററും, ഓൺ എക്സാമിനുള്ള എല്ലാ ചാപ്റ്ററിന്റെയും 1 ഷോട്ട് ലൈവ് പ്ലേലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഈ ചാനലിൽ തന്നെ ഉണ്ട്. ചിലപ്പോൾ ഓൾറെഡി നമ്മൾ ലൈവ് കാണുന്ന കുട്ടികളുണ്ടാവും, അവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. കൺഫ്യൂഷൻ ഉള്ള കൺസെപ്റ്റുകൾ മാത്രം കണ്ടാൽ മതിയാവും അവർക്ക്. അപ്പോൾ നമ്മൾ കഴിയുന്നത് നമ്മൾ ടൈം കോഡ് ആക്കി വെക്കുക. ഇപ്പോൾ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൽ റിഫ്ലെക്സീവ് റിലേഷൻ എവിടെയാണ് പറയുന്നത്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് എവിടെയാണ് പറയുന്നത് എന്നുള്ള ടൈം കോഡ് ആക്കി വെക്കുക. അത് പെട്ടെന്ന് തന്നെ റിവൈസ് ചെയ്യാൻ വേണ്ടി. ഏത് ടോപ്പിക്കാണ് ഡൗട്ട്, ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ ഡൗട്ട് ഉണ്ട്, ടൈപ്സ് ഓഫ് ഫംഗ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു, ടൈപ്സ് ഓഫ് ഫംഗ്ഷനിലേക്ക് വീഡിയോ പോകുന്നു. സോ ആ രീതിയിൽ നമ്മൾ ഈ സംഭവം വീഡിയോ ഇതൊക്കെ ആക്കി വെക്കാം. ഓക്കെ, സോ അതിന് ഞായറാഴ്ച ഈവനിങ് നമുക്ക് ലൈവ് വരുന്നുണ്ട്. മാത്സ് ആണ്, അതായത് 2 ചാപ്റ്റേഴ്സ്, ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സും ലൈവ് ആണ്. റിലേഷൻ ഫംഗ്ഷൻസും ഇൻവേഴ്സ് ട്രിഗണോമെട്രിക്. ഈ ലൈവിൽ എന്താ സംഭവിക്കാറ്? ഈ ലൈവിൽ മൊത്തം NCERT ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പിന്നെ ഹോട്ട്സ്, നിങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ഹോട്ട്സ് എല്ലാം ഈ ലൈവിന്റെ അകത്ത് ഫസ്റ്റ് 2 ചാപ്റ്ററിന്റെ ഓക്കെ എല്ലാ സ്ഥലങ്ങളും ഇവിടെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഈ 2 ചാപ്റ്ററിന്റെ പരിപാടി കഴിഞ്ഞു. ഇനി 11ാം തീയതി മൺഡേയിലേക്ക് വരാണ്. സ്കൂളുള്ള ദിവസമാണ്, വീട്ടിൽ തിരിച്ചെത്താൻ വേണ്ടി കുറച്ച് ലേറ്റ് ആവും. അന്ന് നമുക്ക് ലൈവ് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഓൾറെഡി നമ്മൾ 3ാമത്തെ 4ാമത്തെ ചാപ്റ്റർ റിവിഷൻ തലേന്ന് ചെയ്തിട്ടുണ്ട്. അപ്പൊ 3ാം 4ാം ചാപ്റ്ററിന്റെ ലൈവ് ആണ്. സെയിം അതേപോലെ തന്നെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻ, PYQs, ഓഡ്സ്, അങ്ങനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരിക്കും നമ്മൾ 11ാം തീയതി മാത്സിൽ ചെയ്യുന്നത്. ഈ 3, 4 ചാപ്റ്റേഴ്സിന്റെ ഈ 2 ദിവസം ഞാനാ വരുന്നെങ്കിൽ ആ 2 ദിവസം അസ്ലം സാർ ആയിരിക്കും വരുന്നുണ്ടാവാം. ഓക്കെ, അപ്പൊ മാത്സ് നമുക്ക് തൽക്കാലം അവിടെ നിർത്താം. ഒരു ചാപ്റ്റർ കൂടി ഉണ്ട്, 5ാമത്തെ ചാപ്റ്റർ എനിക്കറിയാം. കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റി ഏറ്റവും വലിയ ചാപ്റ്റർ ഉണ്ട്. അവിടെ നിൽക്കട്ടെ, പറയാ എപ്പോഴാ ചെയ്യാന്നുള്ളത്. അപ്പൊ നമുക്ക് എന്താക്കാം, 12ാം തീയതി ട്യൂസ്ഡേയിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, സ്കൂളുള്ള ദിവസമാണ്. അപ്പൊ രാവിലെ അത് ഫിസിക്സിന് വേണ്ടി മാറ്റി വെക്കേണ്ട ദിവസമാണ്. അപ്പോൾ സ്കൂളുള്ള ദിവസമാണ്. ഫിസിക്സിലെ 2, 3 ചാപ്റ്റർ അന്ന് നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. അന്ന് ലൈവ് ഒന്നുമില്ല. സോ നിങ്ങൾ ആ ചാപ്റ്റർ റിവൈസ് ചെയ്യാൻ വേണ്ടി സ്കൂളിൽ ഒരു 7 മണി മുതൽ ഒരു 9 മണി 10 മണി വരെയുള്ള ടൈമിനുള്ളിൽ നിങ്ങൾ ഈ ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്യാൻ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, 1 ഷോട്ട് ഉണ്ട് ചാനലിൽ. 1 ഷോട്ട് അവൈലബിൾ ആണ്. ഈ 2, 3 പറയുമ്പോൾ 1, 1, 4 ചാപ്റ്റർ എപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ 12ാം തീയതി നിങ്ങൾ എന്താക്കി 2, 3 ചാപ്റ്റർ റിവൈസ് ചെയ്ത് കഴിഞ്ഞു. 13ാം തീയതിയിലേക്ക് വരുന്നു വെനസ്ഡേ. ഫിസിക്സ് ഈ 2 ചാപ്റ്റേഴ്സിന്റെ റിവിഷൻ ലൈവ്, ഈ പറഞ്ഞത് ടൈപ്പ് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ ലൈവോട് ഈ 2 ചാപ്റ്റേഴ്സ് നമ്മൾ എന്താക്കും, സെറ്റ് ആക്കി പെട്ടിയിൽ മടക്കി വെക്കൂലേ. ആ 2 ചാപ്റ്റർ അവിടെ സെറ്റ് ആയി. ഓക്കെ, സോ ഇതും സ്കൂൾ ദിവസം തന്നെയാണ് അല്ലേ? സ്കൂൾ ദിവസമാണ്. പിന്നെ നെക്സ്റ്റ് തേഴ്സ്ഡേ 14ാം തീയതി ബോട്ടണിക്ക് വേണ്ടി മാറ്റി വെക്കാം. ബോട്ടണിയിൽ ആകെ ഒരു 1.5 ചാപ്റ്ററേ ഉള്ളൂ. അപ്പോൾ ഈ ഒരൊറ്റ ലൈവ് തന്നെ അതിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ കഴിയും. ഇനി ആർക്കെങ്കിലും കൺസെപ്റ്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 1 ഷോട്ട് ഉണ്ട്, ബട്ട് അതിന്റെ ആവശ്യം ഉണ്ടാവില്ല. ഇതിൽ തന്നെ മൊത്തം ക്വസ്റ്റ്യൻ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഈ 14ാം തീയതി ബോട്ടൺ അവിടെ ക്ലിയർ ആവും. ഓക്കെ, പിന്നെ ഫ്രൈഡേ നമ്മുടെ ഓഗസ്റ്റ് 15 ആണ്. സ്കൂളിൽ ലീവാണ്. വീണ്ടും ഒരു ലീവും കൂടി വരികയാണ്. സോ അത് നിങ്ങൾ 2 സബ്ജക്റ്റിനായിട്ട് മാറ്റി വെക്കാം. ഓക്കെ, ഒന്ന് ബയോളജി, മാത്സ്. ബയോളജി ഫോക്കസ് ചെയ്യാം, സുവോളജി, എസ്പെഷ്യലി സുവോളജി ഫോക്കസ് ചെയ്യാം. പിന്നെ മാത്സും. അതിൽ സുവോളജി നിങ്ങൾ എന്താക്കുക, ആദ്യം റിവൈസ് ചെയ്യുക. സുവോളജിയുടെ ലൈവ്, സുവോളജിക്ക് കുറച്ചും കൂടി കൂടുതൽ സമയം എടുക്കാം. സുവോളജിയിൽ 3 ചാപ്റ്റർ വരുന്നുണ്ട്. ബോട്ടിൽ 1.5 ചാപ്റ്റർ ഉള്ളൂ. സുവോളജിയിൽ 3 ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ ആ 3 ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പകൽ ടൈമിൽ ഒന്ന് റിവൈസ് ചെയ്യുക. ഈ റിവൈസ് ചെയ്യാൻ ഞാൻ പറയണ്ടോ, എപ്പോഴും ഞാൻ പറയുന്നില്ല. 1 ഷോട്ട് ഉണ്ട്. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അത് കാണാം. ഇനി ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, എല്ലാ കാര്യങ്ങളും NCERT ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ഈ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. മാത്സിൽ നിങ്ങൾ അവിടെ ചെയ്യേണ്ട സാധനം, മാത്സിൽ കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റിയുടെ നമ്മൾ 5ാമത്തെ ചാപ്റ്റർ, അതിൽ കണ്ടിന്യൂറ്റിന്റെ ചെറിയൊരു പോർഷൻ മാത്രം. കണ്ടിന്യൂറ്റി പിന്നെ കുറച്ച് ഡിഫറൻസിയേഷനും കൂടെ. എന്താണ് കണ്ടിന്യൂറ്റി എന്ന് മനസ്സിലാക്കി അത്രമാത്രം ഫോക്കസ് ചെയ്തത്. കാരണം പിറ്റേന്ന് ഡിഫറൻസിയേഷന്റെ ഫോർമുലാസ് ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ നിങ്ങൾ മാത്സിന് വേണ്ടി മാറ്റി വെക്കുക. സോ കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റി 2 സെപ്പറേറ്റ് ലൈവ് ആയിട്ട് 1 ഷോട്ടുകൾ ഉണ്ട്. കണ്ടിന്യൂറ്റി അസ്ലം സാർ എടുത്തതും ഡിഫറൻഷ്യബിലിറ്റി ഞാൻ എടുത്തതും ഉണ്ട്. സോ കണ്ടിന്യൂറ്റിന്റെയും ഡിഫറൻഷ്യബിലിറ്റിന്റെയും ഫോർമുലാസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക 15ാം തീയതി. ഓക്കെ, ലീവുള്ള ദിവസമാണ്, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ 16ാം തീയതി സാറ്റർഡേ, അന്ന് ലീവാണ്. അന്ന് ലീവാണ്. അന്ന് ലീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു സാർ, ഫിസിക്സിൽ
ഫിസിക്സിൽ 1-4 ചാപ്റ്റർ. ഓക്കെ, ഈ 1-4 ചാപ്റ്റേഴ്സിന്റെ ഓൾറെഡി നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും ലൈവ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. വൺ ഷോട്ട് ലൈവ് പോയിട്ടുള്ളത്. ഈ 2 ചാപ്റ്റർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കഴിഞ്ഞതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ അത് റിവൈസ് ചെയ്യാനുള്ള സമയമാണ്. അത് നിങ്ങൾ എന്താ ബാക്ക്ലോഗ് ആയിട്ടുള്ളതാണ്. അത് നിങ്ങൾ എന്താ റിക്കവർ ചെയ്യുക. വൺ ഷോട്ടും ഉണ്ട്, പിന്നെ അതിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഉണ്ട്. അത് 9-ാം തീയതി പോയ ലൈവ് നോക്കിയാൽ വന്നിട്ടുണ്ടോ ചാനലിൽ, അതിൻ്റെ അകത്ത് അത് ചെയ്യാം. അതേ സമയത്ത് മാത്സിന്റെ ഡിഫറൻസിയേഷൻ, കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റിയിലെ ഡിഫറൻസിയേഷന്റെ മാക്സിമം റിവിഷൻസും ചെയ്യാം. ഇതേ ദിവസം തന്നെ രാത്രി ലൈവ് വരുന്നുണ്ട്. ഡിഫറൻസിയേഷന്റെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ചെയ്യുന്ന ഒരു ലൈവ് വരുന്നുണ്ട്. അപ്പൊ അതോടുകൂടി മാത്സിൽ 5 ചാപ്റ്റേഴ്സ് നമ്മൾ എന്താക്കി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മനസ്സിലാക്കണം, മാത്സിൽ 5 ചാപ്റ്റേഴ്സും ഈ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. ഫിസിക്സ് അവിടെ കഴിഞ്ഞിട്ടുണ്ടാവും, ബോട്ടണി സുവോളജി അവിടെ കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, കെമിസ്ട്രിക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് മക്കളെ. കെമിസ്ട്രിന്റെ ടൈം ടേബിൾ നിങ്ങൾക്ക് അറിയാലോ. കെമിസ്ട്രിയുടെ 3-4 ദിവസം വരുന്നുണ്ട്. ഇംഗ്ലീഷ് ആണ് അതിന്റെ മുമ്പ് വരുന്നത്. കവർ ചെയ്യാൻ പറ്റുന്നത് ആ ടൈമിലേക്ക്. ശനിയാഴ്ച ഞായറാഴ്ച 17-ാം തീയതി വീണ്ടും ലീവാണ്. അപ്പോൾ സെക്കൻഡ് ലാംഗ്വേജിന് വേണ്ടി മാറ്റി വെക്കാനുള്ളതാണ്. കംപ്ലീറ്റ് റിവൈസ് ചെയ്യാം. സെക്കൻഡ് ലാംഗ്വേജ് അറബിക്കാണ് അറബിക്, മലയാളമാണ് മലയാളം, ഹിന്ദിയാണ് ഹിന്ദി. കംപ്ലീറ്റ് റിവൈസ് ചെയ്യാം. രാത്രി അതിന്റെ മാരത്തോൺസ് ഉണ്ട്, എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ടാക്കുന്ന മാരത്തോൺ ഉണ്ട്. അതിലൊരു കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി വയസ്സായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ സൺഡേ മോർണിംഗിൽ, കാരണം 18-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം വരുന്നത്. അപ്പൊ മോർണിംഗിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ബാക്ക്ലോഗ് ഉണ്ടെങ്കിൽ, കുറച്ച് ഭാഗം ബാക്ക്ലോഗ് ഉണ്ടെങ്കിൽ ആ സമയം നിങ്ങൾക്ക് എന്താക്കാം, ആ ബാക്ക്ലോഗ് ക്ലിയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ആഫ്റ്റർനൂൺ കംപ്ലീറ്റ് നിങ്ങൾ എന്താക്കണം, സെക്കൻഡ് ലാംഗ്വേജിന് വേണ്ടി എന്താക്കുക, ടൈം സ്പെൻഡ് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. മാരത്തോൺ രാത്രി ഈവനിങ് വരുന്നുണ്ട്, അതിന്റെ പിറ്റേന്ന് ബൂസ്റ്ററും കാര്യങ്ങളും വരുന്നുണ്ട്. അതോടുകൂടി നമ്മൾ എന്താക്കാൻ പോവാണ്, ഈ ഓണം എക്സാമിന് വേണ്ടിയില്ല, ഫസ്റ്റ് ടേം എക്സാമിന് വേണ്ടിയില്ല മാരത്തോണും അതേപോലെ അതിന്റെ ഓട്ടം സ്റ്റാർട്ട് ചെയ്യാം. ഒരൊറ്റ വീക്ക് കൊണ്ടാണ് ഈ സംഭവങ്ങൾ മൊത്തം കഴിഞ്ഞത്. അത് കഴിഞ്ഞാൽ പിന്നെ സാറ് പറഞ്ഞ പോലെ നമ്മൾ ഇത് മൊത്തം മാരത്തോണിന്റെ കംപ്ലീറ്റ് പരിപാടികൾ, അതിന്റെ സ്റ്റഡി പ്ലാൻ, അതിന്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളതൊക്കെ വൈകാതെ നമ്മൾ ഒരു വീഡിയോ വഴിയും ലൈവ് വഴിയും ഒക്കെ ചാനൽ അറിയിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഓക്കെ, ഈ സമയം നിങ്ങൾ എന്താ കൃത്യമായിട്ട് വയസ്സായിട്ട് പഠിക്കുകയാണെങ്കിൽ സാറേ ഓക്കെ, ഉറപ്പല്ലേ, ഫുൾ മാർക്ക് ഉറപ്പാണ് ആ രീതിയിൽ. പക്ഷെ ഓണം എക്സാം ഡിഫിക്കൽട്ട് ആകും എന്നുള്ളതിൽ ആർക്കും തർക്കമില്ല. എല്ലാവരും പല രീതിയിൽ പറഞ്ഞു കഴിഞ്ഞ് ഇപ്പം നമ്മളെ ഇനി മാത്രമേ പറയാൻ ബാക്കിയുള്ളൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഓണം എക്സാം എന്തായാലും ഡിഫിക്കൽട്ട് ആയിരിക്കും. ഓണം എക്സാം എന്നല്ല, ഞങ്ങോട്ടുള്ള എല്ലാ എക്സാമും ഡിഫിക്കൽട്ട് ആയിരിക്കും. ഓക്കെ, സോ സ്റ്റേ ട്യൂൺഡ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നോട്ടിഫിക്കേഷൻ ഒക്കെ എനേബിൾ ചെയ്ത് വെക്കുക. ഒരുപാട് ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ വരാറുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസ് ആണ് കാണാൻ ആഗ്രഹിക്കുന്നത് എല്ലാം കമന്റ് ചെയ്യാം. സബ്ജക്ട് വൈസ് എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ ഇന്ന ടോപ്പിക് വേണമെങ്കിൽ കമന്റ് ചെയ്യാം. ഏതെങ്കിലും ടോപ്പിക് വേണമെങ്കിൽ അതിന്റെ വീഡിയോസ് ചെയ്യാം. ലൈക്ക് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിന്റെ ടോപ്പിക് വേണം, കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റിന്റെ ടോപ്പിക് വേണം. ഏറ്റവും കൂടുതൽ ആൾക്കാർ കമന്റ് ചെയ്യുന്ന ടോപ്പിക് എന്താണോ ആ വീഡിയോന്റെ കൺസെപ്റ്റുകൾ, ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതാണ്. ഓൾറെഡി ലൈവ് പോകുന്നുണ്ട്, അതിന്റെ കൂടെ വീഡിയോ കൂടി നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, സോ മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.